ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിത്തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റാണ്. ഇനി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം മാസ്റ്റർ ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങൾ മാത്രമേ കൂടെ ഉണ്ടാകൂ എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിരിക്കുക ഈ ഒരു സമയത്ത്. ഇവിടെ ജഡ്ജ്മെൻ്റാണ് കാർഡ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമുക്ക് എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ടു വാൻസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് ഉറച്ചൊരു തീരുമാനം നിങ്ങളുടെ വ്യക്തി എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് അവർ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ, നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഏതവസ്ഥയായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആൾ നിൽക്കുന്നതും. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. മനസ്സിൽ മൊത്തം നിങ്ങളോടുള്ള ഒരു ചിന്തകളാണ്, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആളുടെ ചിന്ത കേട്ടോ. മറ്റൊന്നുമല്ല ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം, ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു തീരുമാനം അവരെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയായാലും അവർ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ആക്ഷൻ ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ. വേൾഡാണ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു സക്സസ്സിലേക്ക് വരും, ഈ ഒരു ബന്ധം സക്സസ്സിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തിരിച്ചറിവുകൾ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഒരുപാട് എന്താ പറയുക, നല്ല ചിന്തകൾ, അതുപോലെ നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സ് തന്നെ അവരെ മനസ്സിലാക്കി കൊടുത്തതായിട്ടാണ് കാണുന്നത്. ഫുള്ളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മൊത്തം ഒരു റിയൂണിയൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു റിയൂണിയൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പം നിങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് മാജിക്കലൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അഭാവം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ യൂണിവേഴ്സ് ഇടപെട്ടത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാമായിരിക്കും ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലാക്ക് മാജിക്കൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. കാരണം നിങ്ങളാണ്
അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. അവരുടെ വിജയവും എല്ലാം നിങ്ങൾ തന്നെയാണെന്നാണ് കാണുന്നത്. ചാരിയറ്റാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം സ്നേഹം ഈ ഒരു സമയത്ത് ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഹെയറോപ്പെൻ്റാണ്. ഒരു വിവാഹം കാണുന്നുണ്ട്. നിങ്ങളെ മൊത്തമുള്ള ഒരു വിവാഹ നിശ്ചയം, എൻഗേജ്മെൻറ്റ് ഒക്കെ കാണുന്നുണ്ട് ഇതിൽ. തീർച്ചയായിട്ടും അല്ലാത്തവർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഇതുവരെ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. യൂണിവേഴ്സാണ് ആ ഒരു ബുദ്ധി കൊടുത്തതും നിങ്ങളെ കൂടുതൽ ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഏജ് ഡിഫറൻസ് ഇതൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു സമയത്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, നിങ്ങളെ പറ്റിച്ചു പോയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങളെ എങ്ങനെയായാലും ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെ ഒരു സമയത്ത് കളഞ്ഞിട്ട് പോയൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ പോയതിന് ശേഷമാണ് നിങ്ങളുടെ വില ശരിക്കും മനസ്സിലാക്കിയത്. അതാണ് ആദ്യം തന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയതും കേട്ടോ. നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സമയം യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലും കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കൊരു നഷ്ടബോധം വന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം കേട്ടോ. ആദ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട ഒരു വിലയോ ഒന്നും തരാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. സൈലൻ്റായിട്ട് നിങ്ങളെ എങ്ങനെയായാലും ഒരുപാട് വേദനിപ്പിച്ച വ്യക്തിക്ക് ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ വന്നു തുടങ്ങിയത്. ഇവിടെ 8 ഓഫ് സോർഡ്സ് ആണ്. ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തിക്ക് പറ്റാത്തൊരു സ്ഥിതിയിലായിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് ശേഷമായിരിക്കാം ഒരു ട്രാപ്പിനകത്തെല്ലാം പെട്ടുപോയൊരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയിലെല്ലാം പെട്ടുപോയൊരു വ്യക്തിയാണ്. ഒരുപാട് മാറ്റം ആ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയൊരു വ്യക്തിക്ക് പിന്നീട് അങ്ങോട്ട് വലിയൊരു ശിക്ഷ തന്നെയാണ് ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് ഷോർട്സ് ആണ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കടുത്ത തേർഡ് പാർട്ടി ഇതിനകത്തുണ്ട്. അപ്പോൾ അവരാണ് നിങ്ങളുടെ വ്യക്തിയെ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിക്ക് ചെയ്തു വെച്ചതൊക്കെ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ ഒരു വ്യക്തിയിൽ നിന്നും ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. തീർത്തും കാരണം ആൾക്ക് ഒരുപാട് മാറ്റം മനസ്സിലായി, നിങ്ങളുടെ വില മനസ്സിലായി. ആ തേർഡ് പാർട്ടിയുടെ കൂടെ പോയതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആൾ ഒരു ഒറ്റപ്പെട്ടത് അതിന് ശേഷമാണ്. അവിടെ എന്തൊക്കെയോ കണ്ടിട്ട് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ വ്യക്തിയുടെ ഫാമിലി തന്നെ ആയിരിക്കാം. അപ്പം എങ്ങനെയായാലും ജീവിതത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ആ വ്യക്തി തന്നെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടിയൊക്കെയാണ് പോയത്. അവരുടെ കരിയറിലൊക്കെ തകർച്ചയുണ്ടായി. ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് അങ്ങോട്ട് വന്നു ഈ വ്യക്തിക്ക്. ഒരു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടെയൊക്കെ പോയി. ഇവിടെ അതുപോലെ തന്നെ 3 ഓഫ് ഷോർട്സ് ആണ്, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിക്കും വലിയൊരു വഞ്ചന ഏറ്റുവാങ്ങേണ്ടി വന്നു. നിങ്ങളെ പോലെ തന്നെ ആളും ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൺസ് ആണ്. ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്ത് ഒരു പുതിയൊരു തുടക്കം വേണമെന്ന് ആൾ ആഗ്രഹിക്കുന്നു. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എവിടെയാണോ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തി, എവിടെയാണോ പോയത് ആ സ്ഥലത്തിൽ നിന്നും ആൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ക്യൂൻ ഓഫ് വാൺസ് ആണ്. എല്ലാം പുതിയൊരു തുടക്കമാണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമൊത്ത് എത്രയും പെട്ടെന്ന് ദി സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുമൊത്ത് വേണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതിനായിട്ട് തന്നെ ആളുടെ ഒരു മെസ്സേജോ കോളോ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്നായിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്നായിരിക്കും ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഈ വ്യക്തി വന്നിട്ടുണ്ടാവാം, നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇന്ന് തന്നെ വന്ന വ്യക്തിയായിരിക്കുമോ, അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വ്യക്തി വരും കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട നിമിഷം തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ചുരുങ്ങിയത്
ഒരു 8 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല രീതിയിൽ. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഡാൻസ് അറിയുന്നവരായിരിക്കാം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ബ്യൂട്ടീഷ്യൻ, ഓഗസ്റ്റ് 20, ഉത്രട്ടാതി, യെല്ലോ കളർ, നവംബർ, റെഡ് കളർ, തിരുവാതിര, ലെറ്റർ ബി ആണ് വന്നിരിക്കുന്നത്, അശ്വതി, ബ്ലാക്ക് കളർ, കാസർഗോഡ്, യു ആണ്, ലെറ്റർ യു, ഫെബ്രുവരി, ലെറ്റർ എം വന്നിട്ടുണ്ട്, തിരുവനന്തപുരം, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ക്യൂ ആണ്, ലെറ്റർ ക്യൂ, മാർച്ച് മാസം, ഭരണി നക്ഷത്രം, പൂയം, ലെറ്റർ എൽ ആണ് വന്നിരിക്കുന്നത്, പൂരുരുട്ടാതി, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്, തിരുവാതിര, 21, 17, 33, 1 എന്ന് എഴുതിയിട്ടുണ്ട്, 15, യെല്ലോ കളർ, കാർത്തിക, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, വൈറ്റ് കളർ, 44 ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതലായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്